ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സൂപ്പർ പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ്. നമ്മുടെ കോങ്ങാട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇത് പത്തിരിപ്പാല ഉള്ള റോഡാണ്. അവിടുന്ന് ജസ്റ്റ് ഒരു റൈറ്റ് എടുത്തു പറഞ്ഞാൽ അത് KPRP സ്കൂളാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടാണ്, ഫ്രണ്ടിൽ കൂടെ കുറച്ച് പോയി പറഞ്ഞാൽ ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് റോഡ് കാണാം. അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം, അപ്പോഴാണ് നമ്മൾ ഈ പാർക്കിലേക്ക് എത്തുക. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ ഈ പാർക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ അമ്മൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കുറച്ച് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ടിക്കറ്റ് വന്നിട്ട് 30 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. പിന്നെ നമ്മൾ എല്ലാം 30 രൂപയ്ക്ക് എടുത്തോണ്ട് ഇതിൽ എല്ലാത്തിലും കൂടെ അവൈലബിൾ അല്ല. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 180 റുപ്പീസ് നമുക്കൊരു കോംബോ എടുക്കാം കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ കുറച്ച് മുന്നേ കണ്ടില്ല ഒരു ബ്രിഡ്ജ് പോലെ, ഗ്ലാസ് ബ്രിഡ്ജ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ വയനാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ എൻട്രി ഫീസ് എക്സ്ട്രാ പേ ചെയ്യണം. അഡൾട്ടിന് 100ഉം പിന്നെ കിഡ്സിനൊക്കെ 50 റുപ്പീസൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഒരുപാട് വലിയ പാർക്കല്ലെങ്കിലും അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഓരോരോ ഐറ്റംസും അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നിലത്താണെങ്കിലും പുല്ലും ഇത് ഉള്ള കാരണം വീഴ അങ്ങനെയുള്ള കുറച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ളൊരു പാർക്കാണ്. എന്തായാലും സംഭവം സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നുള്ളതിന് ഷുവറായിരുന്നു കേട്ടോ. അതേപോലെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ സൂപ്പറായി എൻജോയ് ചെയ്യണ്ടായിരുന്നു. ഒരു 180 റുപ്പീസിനൊരു പാക്ക് എടുത്തു പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും കയറാം. അതല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനത്തിലേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ 180 എടുത്തിട്ട് എല്ലാത്തിലും കയറാത്ത പിള്ളേരാണെങ്കിൽ ഓരോന്നിനും 30 രൂപ വെച്ച് പേ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എടുത്താലും മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇച്ചിരി നല്ല പേടിയായിരുന്നു ഓരോന്നിലും കയറാം. അതുകൊണ്ട് ഞാൻ കോംബോ ഒന്നും എടുത്തിരുന്നില്ല. ഇത് മാത്രം എക്സ്ട്രാ പേ ചെയ്ത് എടുക്കുക ചെയ്ത്. ഇതിൽ പോലും അവൾക്ക് നേരെ കയറിയില്ല കേട്ടോ. അവൾക്ക് കുറച്ച് പേടിയുണ്ട്, അതുകൊണ്ട് അങ്ങനെ കയറിയില്ല. പിന്നെ ഇവിടുന്ന് നല്ലൊരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇതിലെല്ലാം കയറാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാക്സിമം അമ്മൂൽ വെച്ചൊക്കെ കൂടിയിട്ട് ഇവിടെ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിയർ ബൈ ഉള്ള പ്ലേസിൽ എല്ലാവരും എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ പിള്ളേരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവവും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് നേരത്തെ പറഞ്ഞ സൺസെറ്റ് വ്യൂയും കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവമോള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. നമുക്ക് നല്ല നടക്കേണ്ട സ്പേസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്ലാസ് ബ്രിഡ്ജ് അല്ല, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിന് ഇതുപോലത്തെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനത്തെ ഉള്ളൊരു പോയിൻ്റാണ്. അവിടെ നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകേണ്ട ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് താഴെ. ഇവിടെയാണ് നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പും അവിടെ ചെറിയൊരു ബോട്ടിംഗ് ടൈപ്പിലും അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് താഴെ. പിന്നെ ഇതാണ് ബ്രിഡ്ജ്. നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് ഇതായിരുന്നു കേട്ടോ, ഗ്ലാസ് ബ്രിഡ്ജ്. എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. അവിടെ 100 രൂപ അഡൾട്ടിനും പിന്നെ 50 റുപ്പീസ് ചിൽഡ്രൻസിനും അങ്ങനെയാണ്. ഇതൊരു ഫോട്ടോ സെക്ഷൻ ഏരിയ പോലെ അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. അവിടെ നല്ല വ്യൂ ഒക്കെയാണ്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല വ്യൂ ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് പ്ലേ ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആൾമോസ്റ്റ് ഞങ്ങൾ ഒരു 6 മണിക്കൊക്കെയാണ് കേട്ടോ അവിടെ പോയത്. എനിക്കൊന്ന് കുറച്ച് ഈവനിങ് പോകാൻ നല്ലത്, കാരണം നല്ല ചൂടല്ലേ. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, പിള്ളേർക്ക് കളിക്കാനൊക്കെ കുറച്ചും കൂടി ഓക്കെ ആയിരിക്കും ആ ഒരു ടൈം ആകുമ്പോൾ. അപ്പോൾ അറ്റ്ലാസ്റ്റ് അവളിതിൽ കയറിയിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഐറ്റംസാണ് കേട്ടോ. അതായത് ചെറിയ പിള്ളേർക്ക് ഏജ് ലിമിറ്റ് കുറേ എണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ് ടു 10 ഇയേഴ്സ് വരെ കയറാൻ പറ്റും. അങ്ങനെയൊക്കെ യൂഞ്ഞാലൊക്കെ നമുക്കൊക്കെ കയറിയിരിക്കാം. അങ്ങനെ ലാസ്റ്റ് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.